നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി മാറിയപ്പം എന്തൊക്കെ തരത്തിലുള്ള എന്താ പറയുക അത് ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെ തരത്തിലാണ് സ്ത്രീകൾ ആവശ്യമില്ലാതെ പ്രതികളാക്കുന്നതിന്റെ പേരിൽ എത്ര ആണുങ്ങളുടെ ജീവിതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിലുണ്ടായ ഒരു ഇൻസിഡന്റ് എല്ലാവരും കണ്ടു കാണും. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബറും അതുപോലെ തന്നെ കുറച്ച് വീഡിയോസിന് മാക്സിമം 800-900 വ്യൂവേഴ്സ് വരെ വന്നുകൊണ്ടിരുന്ന വീഡിയോസിന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് അതിന് 6 മില്യൺ അടുത്താണ് വ്യൂവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാണ്, ആ പെൺകുട്ടിയുടെ എല്ലാ വീഡിയോസിലും ഓപ്പൺ ആയിട്ട് മുഖം മറയ്ക്കാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ബസ് യാത്ര ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. അന്നേരം ഒന്നും ആ കുട്ടി മാസ്ക് യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും മാത്രം മാസ്ക് യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ആ വീഡിയോ ഒരുമാതിരിപ്പെട്ട എല്ലാവരും കണ്ടു കാണുമെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം വേറെ ഒന്നുമല്ല, നല്ല രീതിയിൽ ആ വീഡിയോയും അതിനെ പറ്റിയുള്ള റിയാക്ഷൻസും എല്ലാം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അത് കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, അയാളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള മോശം സമീപനം ആ പെൺകുട്ടിക്ക് വരുന്നില്ല. കാരണം അയാളും മര്യാദയ്ക്ക് ഇരിക്കുകയാണ്. അതുപോലെ അയാളുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എവിടെയോ യൂണിഫോം ഷർട്ട് പോലെ എനിക്ക് തോന്നിയത്. അപ്പം അയാൾ വളരെ മാന്യമായിട്ടിരിക്കുന്നു. ഈ പെൺകുട്ടി കൈ വരെ പൊക്കി കൊടുത്തിട്ട് പോലും അയാളൊന്നും അനങ്ങാതെ നോക്കാതെയൊക്കെ ഇരിക്കുക. അപ്പം ആ പെൺകുട്ടി അയാളുടെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അയാൾ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു യൂണിഫോം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂണിഫോം ആണെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലുള്ളവർക്ക് അയാളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കണ്ടിരിക്കുന്നവർക്കും അല്ലെ ആ യൂണിഫോമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നമുക്ക് ആ ബ്ലർ ചെയ്താലും മുഖം മനസ്സിലാവും. സ്ഥിരമായിട്ട് അയാളോട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനൊരു തിരിച്ചറിവിലൂടെ അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ അയാളുടെ മക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചിന്തിച്ചിട്ടുണ്ടോ? അയാളുടെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചിന്തിച്ചിട്ടുണ്ടോ? അയാൾ ഇറങ്ങി നടക്കുമ്പോൾ അയാൾക്ക് തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആരും ചിന്തിച്ചിട്ടില്ല. കാരണം എല്ലാവരും കുറെ പേര് ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാണ്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കാരണം അത് ഫേക്ക് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീച്ചും ഇല്ലാതെ കിടന്ന ഒരു ചാനലിൽ ഒരു കണ്ടന്റ് വേണമായിരുന്നു. ആ കണ്ടന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സമൂഹത്തിൽ പ്രസക്തിയായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ആ കൊച്ചൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറി അല്ലെങ്കിൽ എവിടെ ഒരു കടയിൽ കയറി ഒരു മാസ്കും വെച്ച് നേരെ ബസ്സിൽ കയറി പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. ആരെ പിടിക്കും എന്നറിയാതെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന സമയത്തായിരിക്കും ഇയാൾ കയറി വന്നത്. സമൂഹത്തിൽ എല്ലാവർക്കും നേരെ എറിഞ്ഞൊരു ചൂണ്ടയാണ് ആ പെൺകുട്ടി. പക്ഷെ കൊളുത്തിയത് ആ ഒരു പാവപ്പെട്ടവൻ. അവന്റെ കഷ്ടകാലം വേണ്ട, അവൻ അതിൻ്റെ അകത്ത് വന്ന് കയറി. അപ്പം നമ്മൾ നാളെ തൊട്ട് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീകൾ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഇരിക്കാൻ ശരിക്കും ഭയക്കണ്ടേ? കാരണം എത്തരത്തിലുള്ളവളാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. സമൂഹത്തിൽ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ ഈ ഒരു കാര്യത്തിൽ സുരക്ഷിതരല്ലെന്ന് വേണം നമുക്ക് കാണാനായിട്ട്. അതുപോലെ നമ്മൾ ആ ചാനൽ നോക്കുമ്പോഴത്തേക്കും അവൾ ആ വീഡിയോ തന്നെ 2 പ്രാവശ്യം റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പം ആദ്യമേ റീച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 6 മില്യന് മുകളിൽ വന്നപ്പോഴത്തേക്ക് അത് വീണ്ടും എടുത്ത് റീപോസ്റ്റ് ചെയ്തിരിക്കുക. കാര്യം എന്താ? വീണ്ടും വ്യൂവേഴ്സ് അതിന് കൂടാൻ വേണ്ടിയിട്ട് തന്നെ.